കണ്ണൂരിലെ ADM ആയിരുന്ന കെ നവീൻ ബാബുവിനെ അപമാനിക്കാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ആസൂത്രിതമായ ശ്രമം നടത്തിയതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. യാത്രയപ്പ് ചടങ്ങിൽ ആരോപണം ഉന്നയിക്കരുതെന്ന PP ദിവ്യയോട് കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നതായി മൊഴി. യാത്രയപ്പിന് ശേഷം വൈകിട്ട് PP ദിവ്യ ജില്ലാ കളക്ടറെ വിളിച്ചെന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെ ഗീത IASന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചെന്ന മന്ത്രി കെ രാജനും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇന്ന് പ്രതികരിച്ചു. ഇക്കാര്യങ്ങളിലൊന്നും റവന്യൂ വകുപ്പിന് അന്വേഷിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗമായി നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റങ്ങൾ അന്വേഷിച്ച് പരിചയം പോലും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥയ്ക്കും അന്വേഷിക്കാൻ പറ്റില്ല. സർക്കാർ പരിശോധിക്കുക കൺക്ലൂഷനാണ്. കൺക്ലൂഷനിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകളിലെ ഡിലേയോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏതെങ്കിലും വീഴ്ചയോ പറ്റതായി കണ്ടിട്ടില്ല. റവന്യൂ അന്വേഷിച്ചത് ഈ പറയപ്പെടുന്ന ആകാശത്തിലുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ രേഖകൾ പരിശോധിച്ച് അതിലൊരു കുറ്റം കണ്ടിട്ടുണ്ടോ അതില്ല എന്നാണ്. ബാക്കി കാര്യങ്ങൾ പോലീസ് നിശ്ചയിക്കട്ടെ. ആ കുടുംബത്തിന് നീതി കിട്ടണം എന്നാണ് CPI നിലപാട്. ഗവൺമെൻറ്റും ആ വഴിക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് കേരള ഗവൺമെൻറ്റാണ്. അത് കാണിക്കുന്നത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ്. ആ വഴിക്ക് മുന്നോട്ട് പോകും. സത്യം പുറത്തു വരണം. ആരാണോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം അവർ. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. തിരുവനന്തപുരം ഉമേഷ് ബാലകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ADMന്റെ മരണത്തിലേക്ക് VP ദിവ്യയുടെ ഓപ്പറേഷൻ കാരണമായി എന്നാണ് വാർത്തകൾ ഇപ്പോൾ നമ്മോട് പറയുന്നത്. വിവരങ്ങൾ തീർച്ചയായും SKN ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ നടന്ന കാര്യങ്ങളെല്ലാം ആസൂത്രിതമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള മൊഴികളും വിശദാംശങ്ങളും ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 3 കാര്യങ്ങളാണ് നേരത്തെ തന്നെ PP ദിവ്യ പറഞ്ഞിരുന്നത്. ഒന്ന്, ADM ആയിരുന്ന നവീൻ ബാബു അഴിമതി നടത്തി പെട്രോൾ പമ്പ് നടത്താൻ കൈക്കൂലി വാങ്ങി എന്നുള്ളത്. അതിന് ഏതൊരു തെളിവുമില്ല എന്ന് കമ്മീഷൻ്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജനും അത് സമ്മതിക്കുന്നുണ്ട്. അത്തരത്തിൽ രേഖകൾ പരിശോധിച്ചപ്പോൾ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് രേഖകളിൽ ഒരു രീതിയിലുള്ള ഡിലേ അല്ലെങ്കിൽ കാലതാമസവും വന്നിട്ടില്ല. ഒപ്പം അഴിമതി നടത്തിയതിനോ കൈക്കൂലി വാങ്ങിയതിനോ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട്, അതായത് തന്നെ ചില ഉദ്യോഗസ്ഥർ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞത് യാത്രയപ്പ് ചടങ്ങിന്. എന്നാൽ അങ്ങനെ ഒരു ചടങ്ങിൽ ഒരു ക്ഷണവും ഉണ്ടായിട്ടില്ല. ക്ഷണിക്കപ്പെടാത്ത ചടങ്ങിലേക്ക് PP ദിവ്യ വന്നു കയറുകയായിരുന്നു എന്നാണ് കളക്ടർ അടക്കം നൽകിയ മൊഴി. അതുകൂടാതെ കളക്ടർ നേരത്തെ തന്നെ, അതായത് വീണ്ടും തുടർച്ചയായി ഈ സംഭവം നടക്കുന്ന അന്നേ ദിവസം PP ദിവ്യ കളക്ടറെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ആ അഴിമതി വിഷയം ഉന്നയിക്കാനോ ആണെങ്കിൽ അത് ഇത് ഉചിതമായ സമയമല്ല എന്ന് PP ദിവ്യയോട് ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കളക്ടർ പറയുകയും അത് മറ്റൊരു അവസരത്തിലാകാമെന്നുള്ള ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. അതും കേൾക്കാതെയാണ് PP ദിവ്യ ഈ ചടങ്ങിലേക്ക് എത്തുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഗൂഢാലോചന വ്യക്തമാകുന്നത് ഈ പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷനോട് നിർദ്ദേശിക്കുന്നത് PP ദിവ്യയാണ്. ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ആ പരിപാടിയിൽ താനെത്തും, അത് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകുന്നത് PP ദിവ്യയാണ്. ഷൂട്ട് ചെയ്ത ശേഷം ഈ ദൃശ്യങ്ങൾ PP ദിവ്യയ്ക്ക് തന്നെ കൈമാറിയിട്ടുണ്ടെന്നാണ് കണ്ണൂർ വിഷൻ പ്രതിനിധികൾ മൊഴി നൽകിയിരിക്കുന്നത്. ആ രീതിയിൽ ഇത് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ADM നവീൻ ബാബുവിനെ അപമാനിക്കുക, ആക്ഷേപിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ആസൂത്രിതമായി നടപ്പാക്കിയത് എന്ന് തന്നെയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ കുടുംബത്തിനും ADM നവീൻ ബാബുവിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് കൂടുതൽ പിന്തുണ ലഭിക്കുകയാണ്. എന്തായാലും കെ രാജൻ തങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാർക്കും ഈ വിഷയത്തിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എന്നാൽ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണം താൻ നടത്തുന്നത് ശരിയല്ല, പോലീസ് അന്വേഷണം നടക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്കില്ല. അതേസമയം കുറ്റക്കാരെല്ലാം ശിക്ഷിക്കപ്പെടണം എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവശ്യപ്പെട്ടത്. SKN.